നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ആശങ്കകൾക്ക് വിരാമമായി മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരുടെയും പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും വന്നിരിക്കുകയാണ്. KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ അവ്യക്തതയില്ല എന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ജൂൺ 15 മുതൽ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കാം. പദ്ധതി നടത്തിപ്പിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. KSRTC MD-യുമായി ഇനിയും ചർച്ച നടത്തും. KSRTC ജീവനക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി അറിയിച്ചു. തൊഴിലാളി യൂണിയനുകളുമായി ഒരു തർക്കവുമില്ല. പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അവരുമായും ചർച്ച നടത്തുമെന്നും CP ജോൺ പറഞ്ഞു. അതേസമയം KSRTC മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടിയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഓർഡിനറി ബസ് മാത്രം നടപ്പിലാക്കിയാൽ 57 കോടിയുടെ ബാധ്യതയായിരിക്കും സർക്കാരിനുണ്ടാവുക എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ആശങ്കകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പുതിയ സർക്കാർ ഇനി തുടർന്ന് കൊണ്ടുപോകുമോ അതോ ഈ ഒരു പദ്ധതി നിർത്തലാക്കുമോ തുടങ്ങിയൊക്കെയാണ് പ്രധാനമായും ആശങ്കകൾ. എന്നാൽ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളൊന്നും നിർത്തുകയില്ല. ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം ഈ മാസവും കഴിഞ്ഞ മാസത്തെയും തുക ലഭിക്കുവാനുണ്ട്. ഒരു മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത്. അങ്ങനെ വരുമ്പോൾ 2 മാസത്തെ തുക 2000 രൂപ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കാനുണ്ട്. നിലവിൽ ഈ ഒരു പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള തുക മാറ്റിവെച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ഈ ഒരു തുക ലഭിക്കുവാനുള്ള സാധ്യതയും കുറവാണ്. അടുത്ത മാസത്തിൽ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് ഒരു ഉത്തരവ് ഇറങ്ങുകയാണെങ്കിൽ അടുത്ത മാസത്തിൽ മാത്രമേ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്. 1070 കോടി രൂപയാണ് ഈ ഒരു മെയ് മാസത്തെ തുക വിതരണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പ് DBT സെന്ററിൽ ലഭ്യമായിട്ടില്ല. ആ ഒരു സെന്ററിലേക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ തുക വിതരണം ആരംഭിക്കുകയുള്ളൂ. 25-ാം തീയതി മുതൽ തുക വിതരണം ആരംഭിക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപനമെങ്കിലും 26-ാം തീയതിയോ അല്ലെങ്കിൽ 27-ാം തീയതിയോ ഒക്കെ മാത്രം നമ്മൾ ഈ ഒരു തുക പ്രതീക്ഷിച്ചാൽ മതിയാകും. 2000 രൂപ തന്നെയാണ് ക്ഷേമ പെൻഷൻ ഈ മാസവും ലഭിക്കുക. എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, എല്ലാ വർഷവും നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതുണ്ട്. മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഈ പെൻഷൻ തടയപ്പെടും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും നിങ്ങളുടെ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനും ലഭിക്കുവാനുണ്ട്. ഇതും നിരവധി മാസങ്ങളിലെ കുടിശ്ശികയുണ്ട്. ഈ ഒരു തുക വിതരണത്തെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഇനി വരുന്ന ബജറ്റിലോ അല്ലെങ്കിൽ വരുന്ന മീറ്റിംഗിൽ ഒക്കെ ആയിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2.5 കോടി ആധാർ നമ്പറുകൾ UIDAI പ്രവർത്തനരഹിതമാക്കി. ദുരുപയോഗം തടയുന്നതിനായി മരിച്ചവരുടെ ആധാർ നമ്പറുകളാണ് പ്രവർത്തനരഹിതമാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ തട്ടിപ്പ് തടയുന്നതിനും ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നമ്പർ അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനുമായി ആധാർ നമ്പർ നിർജ്ജീവമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് IT സഹമന്ത്രി അറിയിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് പ്രകാരം റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്ന പുതിയ സംവിധാനമാണ് വരുന്നത്. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന ഈ ഒരു പദ്ധതി. നിലവിൽ ഛത്തീസ്ഗഡ്, പുതുച്ചേരി, ദാദ്ര നഗർ, അതുപോലെ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്.
പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നു. ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായി ലഭിക്കും. ഈ വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.